സുധീപ് പറയണം ഗുരുവായൂർ എന്നോടൊപ്പം മധു ബാലകൃഷ്ണനാണ്. മധു ചേട്ടൻ എന്താ പറയുക ഗുരുവായൂരിന് അത്ര ഭക്തത ചേട്ടനാണ്. ചേട്ടൻ എന്താ വരുമോ ഫീൽ ചെയ്യുന്നത് ഈ ടെമ്പിളിൽ അമ്പലത്തിൽ? അതിന് തന്നെ നമസ്കാരം. ഞാൻ ഈ സൺഗ്ലാസ് വെച്ചേക്കണത് എൻ്റെ കണ്ണിലൊരു ട്രീറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്, അതായത് ജാടയ്ക്ക് വെച്ചേക്കണല്ല. അത് ആദ്യം തന്നെ പറയാം. കുട്ടിക്കാലം മുതലേ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം കൈപിടിച്ച് വരുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പം അവരെപ്പോൾ എൻ്റെ വീട്ടിലായാലും ശരി, നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ശരി, എന്ത് പറയുമ്പോഴും ഗുരുവായൂരപ്പ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഞാനും ഇരിക്കുമ്പോഴും ഒക്കെ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ളൊരു ക്ഷേത്രമാണ് ഗുരുവായൂരപ്പൻ്റെ അമ്പലം, ഗുരുവായൂർ ക്ഷേത്രം. എന്തെങ്കിലും ഭഗവാന്റെ ഒരു അനുഭവം അങ്ങനെ ചോദിച്ചാലില്ല. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. നല്ലതേ വന്നിട്ടുള്ളൂ ഗുരുവായൂർ ഒന്ന് തൊഴുതിന് ശേഷം. അതെ, എപ്പോഴും ഗുരുവായൂരപ്പൻ കൂടെയുള്ള പോലെ തന്നെയാണ്. ഞാനങ്ങനെ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ദക്ഷിണ കൊടുക്കുന്ന പോലെ എന്നെ ഒരു വെറ്റിലയിൽ കിടത്തി കൊടുത്തേക്കുന്ന പോലെ അങ്ങനെയാണ് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. എല്ലാം അവിടേക്ക് ഏൽപ്പിച്ചേക്കാണ്. എല്ലാം ഭഗവാൻ നോക്കുന്ന പോലെ, അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ വരട്ടെ എന്നുള്ള ഒരു വിശ്വാസമാണ് എപ്പോഴും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു ചെമ്പൈ സ്വാമി, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുവാണ്. എൻ്റെ ഗുരുനാഥൻ TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി. അപ്പോൾ അങ്ങനെ ഒരു ചെമ്പൈ സ്വാമി ഈ അമ്പലമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥനും ഈ അമ്പലമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അതുപോലെ ഞാനും അതുപോലെ തന്നെ എനിക്കും വളരെ എൻ്റെ ജീവനാണ് ഗുരുവായൂരപ്പൻ. അതെ, സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു. ഇത് നമ്മളെ അമ്പലത്തിലെ ആടികളപ്പാണ്. ആണോ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.